ഇതെല്ലാം നീ ഒറ്റ ഒരുത്തൻ കാരണമാ. എന്റെ ഷോള് കേറിയ ദുഷ്ട. നിനക്ക് മനസ്സിലായില്ലേ? ഞാൻ സോഫിയയുടെയും ഒന്നിനും കൊള്ളാത്ത മനുഷ്യയുടെയും പുറകെ ഒരു കാര്യമില്ല നടക്കുന്നത് എന്തിനാണെന്ന് ആലോചിച്ചോ നീ? അതിന് ഒരേ ഒരു അർത്ഥമേ ഉള്ളൂ. ഒരു നല്ല പെൺകുട്ടി കൂടെ കൂടണമെങ്കിൽ അതിന് തക്കതായ ഒരു പേഴ്സണാലിറ്റി എങ്കിലും വേണം. നിനക്കതില്ലെന്ന് മാത്രമല്ല, ലോ ക്ലാസ് ബുദ്ധിയല്ലേ നിനക്ക്. വിചാരിക്കുന്നതോ ഞാൻ വലിയ ആളാണെന്ന്. പക്ഷെ ഉള്ളിലുള്ളതോ വെറും ഈഗോയും ദുഷ്ടചിന്തയും മാത്രം. മറ്റു ചില ആൾക്കാർ നിന്നെ കണ്ടാ പറയും താടി വെച്ചാ നീ വലിയ സുന്ദരനായിരിക്കുമെന്ന്. നിന്നെയും രോഹിത് സാറിനെയും നിർത്തിയിട്ട് ഒരാളെ തെരഞ്ഞെടുക്കാൻ പറഞ്ഞാ നിന്നെക്കാളും നിന്റെ ചേട്ടൻ രോഹിത് സാറിനെ ആയിരിക്കും തെരഞ്ഞെടുക്കുക. നിങ്ങൾ രണ്ടാളും രണ്ടു തരം ആൾക്കാരാ. ഇപ്പൊ നോക്കിയേ, അദ്ദേഹം എന്ത് സുന്ദരമായിട്ടാണ് എന്റെ ഈ ഷോള് ആ കുടുക്കിന്ന് വേർപ്പെടുത്തിയെന്ന്. പക്ഷെ നീയോ, നീ എന്റെ ഷോള് കീറി എറിഞ്ഞില്ലേ? നിങ്ങൾ രണ്ടാളും ആകാശവും ഭൂമിയും പോലെ വ്യത്യാസം. അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വന്നു എന്നറിഞ്ഞാ ഏതൊരു സ്ത്രീയും അദ്ദേഹത്തെ സഹായിക്കാൻ ഓടിച്ചെല്ലും. എന്നാൽ നിന്നെ പോലെ ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് അറിഞ്ഞാലുണ്ടല്ലോ, ഒരാൾ പോലും തിരിഞ്ഞു നോക്കില്ല. അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് നിന്റെ ഡ്രസ്സാ ചീത്തയായതെങ്കിൽ ഞാൻ ഒരു കാരണവശാലും തിരിഞ്ഞു നോക്കില്ലായിരുന്നു. നിന്നെ കണ്ട സഹായിക്കാനും തോന്നില്ല, അനുകമ്പയും തോന്നില്ല. എന്നാൽ നിന്റെ സഹോദരൻ രോഹിത് സാർ എന്തൊരു മനുഷ്യനാ, എന്തൊരു ജെന്റിൽമാനാ. എന്നാ നീയോ? ഒരു കാര്യം കൂടി, ആ സോഫിയയും മനുഷ്കയും നിന്നെ എന്തിനാ ഇത്രയും ഇഷ്ടപ്പെടുന്നറിയോ? നിന്റെ പുറകെ നടക്കുന്നറിയോ? കാരണം അവര് രണ്ടുപേരും നിന്നെക്കാളും വലിയ മന്ദബുദ്ധികളായതുകൊണ്ട്, അവരുടെ തലയ്ക്കകത്ത് ഒന്നും ഇല്ലാത്തതുകൊണ്ട്. അല്പമെങ്കിലും സെൻസ് ഉള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ നിന്നെ ഒരിക്കലും തിരഞ്ഞെടുക്കില്ല. കാരണം നല്ല പെൺപിള്ളേർക്ക് ഉടായ്പുള്ള ആൺപിള്ളേരെ കണ്ട പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ഗോഡ് ഇറ്റ്. സോഫിയ മനുഷ്യ എന്റെ ഒപ്പം കറങ്ങുന്നത് അവർക്ക് എന്നോടുള്ള പ്രേമം കൊണ്ടാ. നിന്നോട് അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടി വൃത്തികെട്ടവളെ. അവർ എന്റെ അടുത്ത് വരുമ്പോ അവർക്കുണ്ടാകുന്ന മാറ്റം നീ കണ്ടിട്ടുണ്ടോടി? നീ ഉറപ്പായിട്ട് അതൊക്കെ കണ്ടു കാണുമായിരിക്കും അല്ലേ? ഞാൻ കണ്ടിട്ടില്ല. കാരണം അവര് രണ്ടുപേരുടെയും ഹൃദയത്തിന്റെ താളല്ലേ നിന്റെ കയ്യിലല്ലേ? ഞാൻ വിചാരിച്ച ഏത് പെണ്ണിനെ എന്റെ ഹീറോ ആക്കി മാറ്റാൻ പറ്റൂടി? എന്തുപറ്റി? നീ കേൾക്കുന്നുണ്ടോ എന്റെ ഹൃദയം മന്ത്രിക്കുന്നത്? എന്നോട് ഇത്രയും അടുത്ത് ചേർന്ന് നിന്നിട്ടേ ഇല്ല നീ. ഇപ്പൊ നിന്റെ ഹൃദയം മന്ത്രിക്കുന്നത് എനിക്ക് വ്യക്തമായിട്ട് കേൾക്കാം. നിന്റെ ഉള്ളിൽ എന്നോട് ഇപ്പൊ അടങ്ങാത്ത പ്രണയമല്ലേ പ്രീത? ഐ ലവ് യു. ഓ കിരൺ, നീ എന്റെ നാവിൽ നിന്ന് ഇത് കേൾക്കാനല്ലേ ആഗ്രഹിക്കുന്നത്? That I find you disgusting. എനിക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ്സും ഇല്ല. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവണമെങ്കിൽ തന്നെ നീയുമായിട്ട് അത് ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല. ഓർമ്മയിരിക്കട്ടെ. കാരണം സിംഹത്തിന് ഒരിക്കലും ഇതുപോലെ കുറുനരിയുമായിട്ട് ഒരിടപാട് സാധ്യമല്ല. നിൽക്ക് പ്രീത, എന്റെ പേര് കിരൺ നമ്പ്യാർ എന്നാ. ഞാൻ ഇതുവരെ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നേടിയെടുക്കാതിരുന്നിട്ടില്ല. കാരണം കൊള്ളാവുന്ന ഒരു പെണ്ണുമായി നീ ഇതുവരെ ഏറ്റുമുട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഏത് ഗെയിമിലും നിന്നെ എനിക്ക് തോൽപ്പിക്കാനാവും. ഓഹോ, എന്നാ ശരി. നീ എന്നോട് ക്രിക്കറ്റിൽ മുട്ടി ജയിക്കാൻ തയ്യാറാണോ പ്രീത? അതെ, ക്രിക്കറ്റിൽ. ഞാൻ നിനക്ക് നല്ലൊരു അവസരം നൽകാൻ പോവാണ്. എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള അവസരം അത്. ഇതുപോലെ വട്ട് കളിക്കൊന്നും എന്നെ കിട്ടില്ല. നിനക്കപ്പോ നല്ലോണം പേടിയുണ്ടല്ലേ പ്രീത? നിനക്ക് പറ്റിയ കളികൾ എന്ന് പറയുന്നത് പാട്ട് പാടുക, ആഹാരം ഉണ്ടാക്കുക, വിളമ്പി കൊടുക്കുക, ഇതൊക്കെ ആയിരിക്കും. അങ്ങനെയെങ്കിൽ ക്രിക്കറ്റ് കളിക്കാൻ ഞാൻ തയ്യാറാണ്. ക്രിക്കറ്റ് കളിക്കാം. നീ ശരിക്കും ഒരു സൈക്കോ തന്നെയാ. കിരൺ നമ്പ്യാർ, ദ സ്റ്റാർ ക്രിക്കറ്റർ. ഈ സ്റ്റാറിനെയാണോ നീ തോപ്പിക്കാൻ പോകുന്നത്? വൗ, വാട്ട് എ ഗെയിം മാൻ. പെണ്ണുങ്ങൾക്കേ ചെയ്യാനാവാത്തതായിട്ട് ഒന്നുമില്ല. അവസരം കിട്ടിയാലേ അവരെന്തും ചെയ്തു കളയും. വെറുതെ കിടന്ന് ഇങ്ങനെ ചലക്കില്ലേടി. നീ എന്നെ വെല്ലുവിളിച്ചാണോ? ഒരിക്കലുമില്ല. We are the best. ഓക്കേ, എന്നാ ശരി, ചലഞ്ച് ആക്സെപ്റ്റഡ്. ഈ ചലഞ്ചിൽ നീ തോറ്റുപോയാലുണ്ടല്ലോ, എന്നെ നീ പ്രേമിക്കണം. അതും ആത്മാർത്ഥമായിട്ട്. എന്നെ നീ അങ്ങനെ പ്രേമിക്കില്ലേ പ്രീത? Accepted. So where are my boys?
ഹേയ് ബോയ്സ്, നമുക്കൊന്നൊരു മാച്ച് കളിച്ചാലോ? ക്രിക്കറ്റ് മാച്ച്. ഓഫ് കോഴ്സ് ബ്രോ, ക്രിക്കറ്റ് കളിക്കാൻ ഞങ്ങൾ എപ്പോഴും തയ്യാറാണ്. സൂപ്പർ. രോഹിതേട്ടൻ ഇവിടെ. പുള്ളി അപ്പുറത്തുണ്ടാ. അക്ഷയ് നീ വാ, കം. മാച്ചിനെ പറ്റി സംസാരിക്കാനുണ്ട്. ആരുടെ മെസ്സേജാ? അല്ല, പ്രീത ചേച്ചിയുടെ മെസ്സേജ് ആണല്ലോ. എന്നെ പുറത്തോട്ട് വിളിക്കുക. വിളിച്ചിട്ടുണ്ട്, വേഗം പോകൂ. ആ ചെല്ല്. ആ മോളെ. ആഹാ, എല്ലാരും കൂടെ ഇവിടെ നിൽക്കാണോ? പിന്നെ അരവിന്ദ് അങ്കിളിനെ കിരൺ പുറത്തേക്ക് വിളിക്കുന്നു. അരവിന്ദേട്ടന് പുറത്തെന്താ ജോലി? സമീർ, ആദ്യം നീ ഇത് പറയ്, അടുത്ത പെർഫോമൻസ് ആരുടേതാണെന്ന്. സണ്ണി ലിയോണിയുടേതാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് എവിടേക്കുമില്ല. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് സണ്ണി എന്റെ സഹോദരിയെ പോലെ എന്നാണ്. വാ വാ, നമുക്ക് പോ. അതെ, നിങ്ങളെ ഇത്രയ്ക്ക് പേടിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഇങ്ങനെ നിർത്തിയില്ലെങ്കിൽ അവ ശരിയാവില്ല. കണ്ടില്ലേ പോയ പോക്ക്. എന്ത് പറയാനാ, ഇതാ അവന്റെ സ്വഭാവം. ദേ അവിടെ ഇരിക്കുന്നു. കിരൺ മോനെ, എന്താ പ്രശ്നം? എന്നെ എന്തിനാ വിളിച്ചത്? ഞാൻ അകത്ത് നല്ല തിരക്കിലായിരുന്നു. ആ കിരൺ പറയ, നീ എന്തിനാ വിളിച്ചേ? നിങ്ങളെല്ലാവരും ആദ്യം ഒരു കാര്യം പറയൂ. നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ? എന്റെ കൂടെ കളിക്കാൻ ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക്? എന്താണെങ്കിലും തുറന്ന് പറഞ്ഞോളൂ. ഓഫ് കോഴ്സ് ബ്രോ, അതിലൊരു സംശയമില്ല. നിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ വേറെ ആരെ ഇഷ്ടപ്പെടാനാ, അല്ലേ ഏട്ടാ? ആ അത് തന്നെ. എന്താ കിരണ പ്രശ്നം? അത് പിന്നെ ഞാൻ പ്രീതിയോട്ട് ക്രിക്കറ്റ് കളിക്ക് ചലഞ്ച് ചെയ്തിരിക്കുക. വാട്ട്? കിരൺ, നിനക്ക് ഇതുവരെ കുട്ടികളെ മാറിയില്ലല്ലേ? പ്രീത പെൺകുട്ടിയല്ലേ? എക്സാക്ട്ലി. ഇത് തന്നെ അവളോട് ഞാനും പറഞ്ഞത്. അതായത് ഇത് കിരൺ നമ്പ്യാരുടെ ക്രിക്കറ്റ് ചലഞ്ച് ആണ്. അപ്പൊ അവൾ എന്നോട് പറയാ അവൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുമോ? ചേച്ചി എല്ലാ കാര്യത്തിലും എക്സ്പേർട്ട് ആണ്, എക്സ്പേർട്ട്. സൃഷ്ടി, എനിക്ക് എങ്ങനെ പറയണോന്ന് അറിയില്ല. കിരൺ എന്നെ ശല്യപ്പെടുത്തിയപ്പോ എനിക്ക് ദേഷ്യം കൊണ്ട് ഓരോന്ന് പറഞ്ഞു വെല്ലുവിളിച്ച് പോയതാ. ക്രിക്കറ്റ് കളിക്കാന്ന് ചാലഞ്ച് ചെയ്തു. പക്ഷെ ക്രിക്കറ്റ് ഒറ്റയ്ക്ക് കളിക്കാനും പറ്റില്ല, ഒറ്റയ്ക്ക് ജയിക്കാനും പറ്റില്ല. അത് ടീം വർക്കാ. ഇവിടെ പെണ്ണുങ്ങളിൽ ക്രിക്കറ്റ് കളിക്കാൻ അറിയുന്ന ആരുണ്ടെന്ന് എനിക്ക് അറിയില്ല. ചേച്ചി, ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ്. നന്നായി ചേച്ചി അവരെ ചാലഞ്ച് ചെയ്തത്. എന്തായാലും നമ്മൾ പെൺകുട്ടികൾ അവര് പറയുന്നത് കേട്ട് മിണ്ടാതിരിക്കാനൊന്നും പാടില്ല. അവര് നമ്മളെ രണ്ടാം കിട ആൾക്കാരായിട്ടാ കാണുന്നത്. നമ്മൾ പെൺകുട്ടികൾ നല്ലൊരു ഫൈറ്റ് അവർക്ക് കാണിച്ചു കൊടുക്കണം. അവരിനെ ഒന്നും മിണ്ടാൻ പാടില്ല. എന്താ ആറ്റിറ്റ്യൂഡാ ഇവർക്കൊക്കെ? നമ്മൾ കാണിച്ചു കൊടുക്കണം. ഗേൾസ് ആർ ദ ബെസ്റ്റ്. ഇത് ക്രിക്കറ്റിന്റെ കാര്യമല്ലേ ചേച്ചി, ഇത് ഇന്ത്യയാ. ഇവിടെ ജനിച്ചു വീഴുന്ന കുട്ടികൾ പോലും ക്രിക്കറ്റ് കളിക്കുന്നതാ. അല്ല, എന്തൊക്കെ മാച്ചസ് ഇവിടെ നടക്കുന്നത് ഈ 1 Day 2020? എല്ലാവർക്കും അറിയാം. ആൻഡ് ലേഡീസിന് നന്നായിട്ട് അറിയാം നോ ബോൾ എന്താണ്, സിക്സർ എന്താണ്, റൺഔട്ട് എന്താണെന്നൊക്കെ. എല്ലാരും കളിച്ചോളൂ, ഞാനല്ലേ പറയുന്നത്. ഐ ഹോപ്പ് സോ. ആബ്സല്യൂട്ട്ലി റൈറ്റ്. നമ്മൾ ഈ മാച്ച് ഉറപ്പായും ജയിച്ചിരിക്കും. പിന്നെ നമ്മൾ മാച്ചിൽ നിന്ന് പിന്മാറിയാൽ ബോയ്സ് ജയിച്ചതായി കരുതും. വാട്ട്സ് ഇറ്റ്? ആൻഡ് ഡോണ്ട് വറി, ഞാൻ എല്ലാവരെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കാം. സോ ഹാവ് യു ഓൾ ഇൻ? Of course. Yeah, come on. Girls are the best. ഞാൻ എല്ലാവരോടും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. Okay, bye. Yes. Thank God. നിങ്ങൾ എന്താ ഇങ്ങനെ കുട്ടികളെ പോലെ പെരുമാറുന്നേ? വീട്ടിൽ ഒരുപാട് ഗസ്റ്റുകൾ വന്നോണ്ടിരിക്കുകയാണ്. ഇനി ഒരുപാട് പണികളും ബാക്കിയുണ്ട്. അതുകൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. സനൽ, സമീർ, നോ മാച്ച് അറ്റ് ഓൾ. മുകളിലെ പെർഫോമൻസ് നടക്കുകയാണ്, പണികൾ ഇനിയും ബാക്കിയുണ്ട്. നിങ്ങളാണെങ്കിലോ മാച്ചിനായിട്ട് തയ്യാറെടുക്കുന്നത്. കിരൺ, ക്രിക്കറ്റ് ഒറ്റയ്ക്കുള്ള കളിയല്ല. പ്രീതയുമായിട്ട് ചലഞ്ച് ചെയ്തത് നീയാണ്. പിന്നെന്തിനാ നീ ബാക്കിയുള്ളവരിങ്ങനെ നിർബന്ധിക്കുന്നേ? ബട്ട് ഒരു മാച്ച് വേണ്ട പ്ലീസ്. ഞാനും കൂടി കളിച്ചോട്ടെ സാർ? കിരൺ സാറ് നമ്മുടെ സൂപ്പർ സ്റ്റാർ അല്ലേ? അദ്ദേഹം ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ പറ്റില്ലെന്ന് പറയാനാവില്ല. എന്നാ നീ പൊയ്ക്കോ. എന്റെ ചേട്ടാ, എല്ലാവർക്കും കളിക്കാൻ നല്ലോണം താല്പര്യമുണ്ട്. ഓക്കെ, പിന്നെ ഇവരെല്ലാം അല്പം മുന്നേ സമ്മതിച്ചതുമാണ്. സമീറും പറഞ്ഞായിരുന്നു. അലി സമീർ? ഇൻഫാക്ട് ഐ എം ഷുവർ അരവിന്ദ് അങ്കിൾ നമ്മുടെ കൂടെ ഈ മാച്ച് കളിക്കും. അല്ലെങ്കിൽ അങ്കിൾ, ഇത് വെറും ഒരു മാച്ചിന്റെ കാര്യമല്ല, നമ്മൾ ആണുങ്ങളുടെ അഭിമാന പ്രശ്നമാണ്. അതുകൊണ്ട് അങ്കിൾ ഞാൻ ഇതൊക്കെ പറയുന്നത്. പെണ്ണുങ്ങൾ പാചകത്തിന്റെ കാര്യം പറഞ്ഞ ആണുങ്ങൾ എപ്പോഴും കളിയാക്കും. അവർക്ക് മാത്രമേ ആഹാരം ഉണ്ടാക്കാൻ അറിയൂ, ആണുങ്ങൾക്കൊന്നും അറിയില്ലാന്ന്. എന്നാൽ വലിയ വലിയ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ അവിടെയെല്ലാം ആഹാരം ഉണ്ടാക്കുന്നത് വലിയ ഷെഫുമാരാണ്, അതും ആണുങ്ങളാ. റൈറ്റ്? പിന്നെ പറയുന്നത് എന്താന്ന് വെച്ചാൽ ആണുങ്ങൾക്ക് കുട്ടികളെ വളർത്താൻ അറിയില്ലാന്ന്. അപ്പോ സിംഗിൾ പാരന്റ് ആയിട്ട് ഒരു കുട്ടി വളർന്നു കഴിഞ്ഞാൽ അവന്റെ വളർച്ച പൂർണ്ണമാവോ? ഇതൊക്കെ ആളാകാൻ വേണ്ടി വെറുതെ പറയുന്ന കാര്യങ്ങളാ. നമ്മൾ ഇതൊക്കെ ചോദ്യം ചെയ്യണോന്ന്. എന്താ ശരിയല്ല? മോനെ കിരൺ, നീ പറഞ്ഞത് വളരെ ശരിയാണ്. എന്താ മോനെ, ഇവരെയൊക്കെ നമുക്ക് ഒരു പാഠം പഠിപ്പിക്കണം. കിരൺ, ഞാൻ നിന്റെ ഒപ്പമാണ്. കിരൺ പറഞ്ഞത് വളരെ ശരിയാണ്. എന്റെ ഗേൾ ഫ്രണ്ട് എപ്പോഴും എന്റെ അടുത്ത് ഗിഫ്റ്റ് ആവശ്യപ്പെടും. എന്നാൽ ഞാൻ ഗിഫ്റ്റ് കൊടുത്താലോ എന്റെ സെലക്ഷൻ മോശമാണെന്ന് കുറ്റപ്പെടുത്തും. എന്റെ ഭാര്യയെ കൊണ്ട് ഞാൻ തോറ്റു. വീട്ടിലെത്തിയാൽ അവൾ അപ്പോൾ തുടങ്ങിക്കോളും. ഈ ഷൂസ് എന്തിനാ ഇവിടെ വെച്ചേക്കുന്നത്? ഈ സോക്സ് ഇവിടെയാണോ ഇട്ടേക്കുന്നത്? ഇതിന് ഷൂസിന്റെ ഒപ്പമല്ലേ ഇടേണ്ടത്? ടവൽ അവിടെ സ്റ്റാൻഡിലല്ലേ കൊണ്ടുപോയി ഇടേണ്ടത്? തുടങ്ങി കൽപ്പനകളാണ്. യു കാൻ ഇമാജിൻ യാർ. അവൻ പറഞ്ഞ ശരിയാ.
അത് നിന്റെ ഭാര്യയാണെന്ന് പറയാം. പക്ഷേ എന്റെ ഗേൾ ഫ്രണ്ട് ഉണ്ടല്ലോ, അവൾ എപ്പോഴും ഫോട്ടോ എടുത്തിട്ട് അവളുടെയും അവളുടെ ഫ്രണ്ടിന്റെയും ഫോട്ടോ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്, ഗേൾസ് ആർ ദ ബെസ്റ്റ്. അപ്പൊ നമ്മൾ ആണുങ്ങളോ? സീരിയസ്ലി പെണ്ണുങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യോ? ഉം. മൊത്തം ട്രാജഡി ആണല്ലോ. അല്ല ചേട്ടൻ തന്നെ പറയാം, ഒരാണായതുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും പെണ്ണുങ്ങളുടെ മുന്നിൽ തോറ്റു കൊടുക്കണമെന്നാണോ ചേട്ടൻ പറഞ്ഞു വരുന്നത്? ശരിയാ കിരൺ, ഞാൻ നിനക്കൊപ്പമാണ്. നോക്കേ, എല്ലാവരും ഓക്കെ പറയൂ. അതെ, 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 ഓക്കേ. ശരിയാണ്. ഓക്കെ. ശരി ശരി, അപ്പൊ എല്ലാരും ഒന്നിച്ചല്ലേ? അത് ശരി. അങ്ങനെ എല്ലാവരും ഒരുമിച്ച സ്ഥിതിക്ക് ഞാനും നിങ്ങൾക്കൊപ്പം കളിക്കാൻ തയ്യാറാണ്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? സോ എല്ലാവരും റെഡിയല്ലേ? യെസ്, നമ്മൾ കളിക്കുകയും ചെയ്യും, ജയിക്കുകയും ചെയ്യും. സ്പിരിറ്റ്. അപ്പൊ ചേട്ടാ, ഈ കളിയിൽ ആരാ കമന്റ് പറയുക? അത് സിമ്പിൾ അല്ലേ, ഇത് ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലുള്ള മാച്ച് അല്ലേ. സോ ആണും പെണ്ണും വേണം കമന്റേറ്റർമാരായിട്ട്. അതൊക്കെ ശരി തന്നെ, പക്ഷെ ആണും പെണ്ണുമായിട്ട് ആരെ തെരഞ്ഞെടുക്കുക? അതോ, കമന്റേറ്റർ പക്ഷപാതി ആകാനേ പാടില്ല, ട്രാൻസ്പെറന്റ് ആയിരിക്കണം. അങ്ങനെ ഒരാളാണ് നമുക്ക് വേണ്ടത്. അപ്പൊ പിന്നെ അബി എങ്ങനെ ഉണ്ടാവും? അബി, ഞാൻ അവനോട് സംസാരിച്ചിട്ട് വരാം. ഓക്കെ. സൃഷ്ടി, എന്തുപറ്റി? ഇപ്പൊ വരുൺ ധവാന്റെ പെർഫോമൻസാ. അത് കഴിഞ്ഞ് പെണ്ണുങ്ങളും ആണുങ്ങളും തമ്മിൽ മാച്ച് നടക്കും. എനിക്ക് ഈ ഒരു കാര്യമേ പറയാനുള്ളൂ, ഇപ്രാവശ്യം പെണ്ണുങ്ങൾ ആണുങ്ങളെ തോൽപ്പിക്കുമെന്ന്. ബൈ ഗൈസ്. ഞാനിപ്പോ വരാം. ഓക്കെ ഗായ്സ്, നമുക്ക് ആദ്യം വരുണിന്റെ പെർഫോമൻസ് കാണാം, എന്നിട്ട് നമുക്ക് ഗെയിം പ്ലാൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗോ. പൊട്ടിപ്പാറണ തേരാണേ, ആഘോഷത്തേരാണേ, ആരാടണ ധാരാണേ, ആകാശ കൂടാണേ. ഇതിലേ വരു നീ മധുചന്ദ്രികയേ, ഇവരിൽ ഇനി നിൻ മധുരം മതിയേ. കണ്ണാടി മാനത്തമ്മാനമാടാൻ എന്താടി മൈനെ ചെല്ലാതടി, തമ്പ്രാന്റെ കൈയിൽ എന്താണു പെണ്ണെ പൊന്നാട വാങ്ങാൻ വയ്യാതടി. പൊട്ടിപ്പാറണ തേരാണേ, ആഘോഷത്തേരാണേ, ആറാടണ ധാരാണേ. വിളയണ പാടം മീതെ ചിറകേറി കുറുകി വരുന്നേ, ഒരു നാടൻ മാടപ്രാവോ ഇവളീ പെണ്ണ്.
ആക്ച്വലി എനിക്ക് ഒരു ചെറിയ ഉപകാരം കൂടി ചെയ്തു തരണം. ക്ലയൻസിനെ ഞാൻ ഡീൽ ചെയ്തില്ലേ, ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ? ഇത്രയും ക്രൈസിസ് ആയ ഒരു അവസ്ഥയില് നീ ഞങ്ങളെ കാത്ത് രക്ഷിച്ചു അബി. ആ കാര്യത്തിലൊക്കെ എനിക്ക് തന്നെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല അബി. അതുകൊണ്ട് സഹായം എന്നൊക്കെ പറയുന്നത് ലഡു പോലെ. നീ ശരിക്കും ഏത് ഫ്ലേവർ വേണമെന്ന് മാത്രം പറഞ്ഞാൽ അബി, ഇനി എന്താ വേണ്ടെന്ന് വെച്ചാല് ഇവിടെ ബോയ്സും ഗേൾസും തമ്മിൽ ഒരു മാച്ച് നടക്കാൻ പോവുകയാണ്, ക്രിക്കറ്റ് മാച്ച്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും അതൊന്ന് കമന്റേറ്റർ ആവണം. ഞങ്ങൾ ചെയ്യാം. ഞങ്ങളോട് ചോദിക്കേണ്ട കാര്യം തന്നെ ഇല്ല, ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അതെന്താന്ന് വെച്ചാല് കമന്റേറ്റർ. ആ അത് തന്നെ, അത് ഞങ്ങൾക്ക് നന്നായിട്ട് പറയാറിയാം. ഞങ്ങൾ ഇത് ചെയ്യും. വളരെ ശരിയാ പറഞ്ഞ. സോ ഞങ്ങള് അതിനു വേണ്ടിയുള്ള എല്ലാ അറേഞ്ച്മെന്റും ചെയ്യാം. നിനക്കെന്താ വട്ടാണോ ഇത് ചോദിക്കാനാ നീ ഇത്രയും മടിച്ചു നിന്ന്? ഞങ്ങൾ എന്തായാലും കമന്ററി ചെയ്യാൻ റെഡിയാ അല്ലേ? ഇത് ആദ്യമായിട്ടായിരിക്കും റിയൽ ലൈഫ് കപ്പിൾ ഒരുമിച്ച് കമന്ററി പറയാൻ പോകുന്നത്, സത്യമല്ലേ? അപ്പൊ പറഞ്ഞ പോലെ എല്ലാ അറേഞ്ച്മെന്റും ചെയ്യാം. See you there. Okay? ഞങ്ങൾ ആരാണെന്നേ നീ കാണാൻ പോകുന്നേ ഉള്ളൂ. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ഞാനിതൊരു അവസരമായിട്ടാ കാണുന്നേ. അതായത് ആണുങ്ങളാ മികച്ചവരെന്ന് ഇന്നത് ഈ പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം. ഓഫ് കോഴ്സ്, നമുക്ക് വേഗം കാര്യങ്ങളിലേക്ക് കടക്കാന്നേ. ഓക്കെ, വരൂ, എല്ലാരും വരും, നമുക്ക് അങ്ങോട്ട് പോവാം. നീ ഇങ്ങോട്ട് വന്നേ, വാ. സോ ഹു ഈസ് ദ ബെസ്റ്റ്? ബോയ്സ് ആർ ദ ബെസ്റ്റ്. ഇവിടെ ബോയ്സ് ആ ബെസ്റ്റ് എന്ന് പറയുന്നേ. അപ്പൊ ഞാൻ അവർക്കൊപ്പം കൂടിക്കോട്ടെ? എന്നാ പിന്നെ ബോയ്സ് നിങ്ങളാ വിജയിച്ചത്. യെസ്. ഗേൾസ്, യു ഗൈസ് ഹാവ് ടു വിൻ. നീ ഇതെങ്ങോട്ടാ എന്നെ കൊണ്ടുപോകുന്നേ? കാര്യം എന്താന്ന് പറ. നേരത്തെ പറഞ്ഞല്ലോ ഭഗവാന്റെ അടുത്ത് വെച്ച് ഇതൊക്കെ നാണക്കേടാണെന്ന്. ഇപ്പൊ എന്താ, നാണമൊക്കെ അങ്ങ് പോയോ അതോ നിനക്ക് വട്ടായോ? പിന്നെ നീ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല. എന്നാ നീ പറ, ഞാൻ എന്താ വിചാരിച്ചെന്ന്. വിട്ടേക്ക്. ഇപ്പൊ ക്രിക്കറ്റ് മാച്ച് നടക്കാൻ പോവാണല്ലോ, ഇതിൽ നിന്ന് മനസ്സിലാക്കാലോ ആൺകുട്ടികളെക്കാൾ മികവുള്ളത് പെൺകുട്ടികളാണെന്ന്. അങ്ങനെയൊന്നുമല്ല. എന്തൊക്കെ പറഞ്ഞാലും പെണ്ണുങ്ങളെക്കാൾ ബെറ്റർ ആണുങ്ങൾ തന്നെയാ. ഇങ്ങോട്ട് നോക്ക്, ഞാൻ പറയുന്ന കേൾക്ക്. അബി, എന്നോട് സത്യം പറ. നിങ്ങൾ ആൺകുട്ടികളുടെ സൈഡിലാണെങ്കിലും പെൺകുട്ടികളെ ബെറ്റർ ആയിട്ട് കളിക്കുന്നതല്ലേ നിങ്ങൾ പറയുന്നത്, അല്ലേ? നീ എന്തൊക്കെ പറയാൻ എനിക്ക് നന്നായിട്ട് അറിയാം. പെണ്ണുങ്ങളെ കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ലെന്ന്. അതുകൊണ്ട് ആൺകുട്ടികൾ തന്നെയാ ബെറ്റർ. ശരി, അതൊക്കെ പോട്ടെ. ഞാനൊരു കാര്യം പറയട്ടെ. ശരി, ഇപ്പൊ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ആ കൺഫ്യൂഷൻ എന്താന്ന് വെച്ചാൽ ആണുങ്ങൾ ജയിക്കോ പെണ്ണുങ്ങൾ ജയിക്കോ എന്നാണ്. ഇനി നീ പറഞ്ഞ പോലെ പെണ്ണുങ്ങൾ ജയിക്കുകയാണെങ്കിൽ നീ എനിക്ക് എന്ത് തരും? എന്ത് ലഭിക്കുമെന്ന് വെച്ചാ നീ ഇങ്ങനെ നടക്കാത്ത കാര്യങ്ങൾ ഓരോന്ന് സ്വപ്നം കണ്ടങ്ങ് നടന്നോ. തൽക്കാലം സ്വപ്നത്തിന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. നീ ഇത് പറ, പെൺകുട്ടികൾ ജയിച്ചാൽ എനിക്ക് എന്ത് കിട്ടും? ഞാനെന്ത് പറയാനാ? ഒരുപാട് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെൺകുട്ടികൾ ജയിക്കുകയാണെങ്കിലേ എനിക്ക് നീ എനിക്കൊരു ഉമ്മ മതി. ഞാൻ അവിടെ കാണും. നിങ്ങൾക്ക് എല്ലാവർക്കും ആയിട്ട് ക്രിക്കറ്റിന്റെ റൂൾസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ക്യാപ്റ്റൻ ഇതേപ്പറ്റി ഒരു ചുക്കും അറിയില്ല. അതേട്ടാ, അതെന്തായാലും വേണം. ഇല്ലെങ്കിൽ ഇവര് സിക്സ് ഒക്കെ അടിക്കുമ്പോ നേരത്തെ പറഞ്ഞില്ല എന്നും പറഞ്ഞു കിടന്നങ്ങോട്ട് കരയും. കൊള്ളാല്ലേ? അയ്യോ മോളെ, നമ്മളിവിടെ ക്രിക്കറ്റാ കളിക്കുന്നത്, ടെന്നീസ് അല്ല. പക്ഷെ മുത്തശ്ശി, ഞാനിതിൽ വളരെ കംഫർട്ടബിൾ ആണ്. അതെയോ? നമ്മളെല്ലാരും കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്നു, അല്ലേ? ഓൾറൈറ്റ്, റിലാക്സ് ലേഡീസ്. റൂൾസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ഈ മാച്ച് നമ്മൾ 7 ഓവർ വെച്ച് കളിക്കാൻ പോകുന്നത്. 20 ഓവർ വെച്ച് ഈ മാച്ച് കളിക്കാൻ സാധിക്കില്ല. കാരണം നിങ്ങൾ 4-5 ഓവർ ആകുമ്പോൾ ഞങ്ങൾ ഓൾ ഔട്ട് ആക്കും. ഓ എന്റെ മോനെ, ഞങ്ങളെ അങ്ങനെ അങ്ങ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ലേ. ഞങ്ങളുടെ കളി കാണാൻ പോകുന്നതേ ഉള്ളൂ. അങ്ങനെയല്ല ആന്റി, ഇവിടെ അമ്മയും മകനൊന്നും ഇല്ല. ഇവിടെ ഉള്ളവരെല്ലാം പ്ലേയേഴ്സ് ആണ്. അതുകൊണ്ട് അമ്മയും മകനൊന്നും ഇല്ല. ഞങ്ങൾ കളിക്കാനാ വന്നത്. അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയും പ്രതീക്ഷിക്കണ്ട. ഓക്കെ 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 അമ്മേ, ഞാൻ അത് റൂൾസ് ഒന്ന് പറഞ്ഞോട്ടെ. അതായത് പന്ത് ബൗണ്ടറിയുടെ ഉള്ളിൽ തട്ടി. ഗേൾസ്, ബോള് ബൗണ്ടറിക്കകത്ത് തട്ടി പുറത്തേക്ക് പോവുകയാണെങ്കിൽ 4 റൺസ്. ബോള് ബൗണ്ടറിയിലേക്ക് നേരെ പോവുകയാണെങ്കിലോ 6 റൺസ്. ബോള് വിക്കറ്റിൽ കൊള്ളുകയാണെങ്കിലോ ബൗൾഡ്. പന്തെറിയുന്നത് സ്റ്റമ്പിൽ നിന്ന് അകലെയാണെങ്കിലോ വൈഡ്. ഒരു ഓവറിൽ 1 റണ്ണ് പോലും എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതിനെ എന്താണ് പറയാ? കേട്ടല്ലോ, മനസ്സിലായില്ലേ? ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളോട് പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഞങ്ങൾ കേക്കട്ടെ. എനി കൺഫ്യൂഷൻ ഗേൾസ്? എന്നെ ഗ്രൗണ്ടിൽ വെച്ച് നീ ഇതിനു മുൻപ് കണ്ടിട്ടില്ലല്ലോ? ഇല്ല.
പക്ഷേ നിന്നെക്കാളും വലിയ കില്ലാടികളായവരുടെ മാച്ചുകൾ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. അത് നീ പോലും കണ്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നീ എന്നോട് കളിക്കാൻ നിൽക്കണ്ട. എന്ന് നീ ഒന്നിങ്ങോട്ട് നോക്കിയേ. ഒരു സെക്കൻഡേ. എന്തിങ്ങനെ നോക്കുന്നേ? അങ്ങനെയൊന്നുമില്ല, ഒന്നുമില്ല. മൈക്കിന് പ്രശ്നമൊന്നുമില്ല. ശരി, എന്നാ തുടങ്ങിയാലോ? അവരും റെഡിയാണ്, നമ്മൾ റെഡിയാണ്. നമ്മുടെ അമ്പയറോടെ പോയി. ഞാനാകാം അമ്പയർ. ഓ, കാരണം ഞാനാണ് പ്രായത്തിൽ ഏറ്റവും മുതിർന്ന ആള്. അതെന്റെ അവകാശമാണ്. മാത്രമല്ല, ഞാൻ പ്രായത്തിലും മുതിർന്ന ആളാണ്. അതുകൊണ്ട് ബുദ്ധിയിലും ഉയരത്തിലാണ്. ഈ അച്ചമ്മ ശരിയാവൂ? എന്തൊക്കെയാ നടക്കുന്നത്? അച്ചമ്മക്ക് ക്രിക്കറ്റിനെ പറ്റി എന്തെങ്കിലും അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. കൊച്ചുമോനെ, ഞാൻ എല്ലാം കേട്ടു. അല്ല അച്ചമ്മ, ഞാൻ പറഞ്ഞതേ അച്ചമ്മയെ പോലെ മികച്ചൊരു അമ്പയർ ഈ ലോകത്തേന്ന് ഇല്ലെന്ന്. എല്ലാവരും കേട്ടോ, ഞാനാണ് ഈ ടീമിന്റെ ക്യാപ്റ്റൻ. മാച്ചാണല്ലോ, എല്ലാ കാര്യവും പെർഫെക്റ്റ് ആകണം. മാത്രമല്ല, ഞാൻ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആരും പറയുന്നത് കേൾക്കില്ല. ഞാൻ ഇതുവരെ തുടങ്ങാൻ പറഞ്ഞിട്ട് പോലുമില്ല. മുത്തശ്ശി ടോസ് 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 ചെയ്യാം. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന ആ ഗെയിം ആരംഭിക്കാൻ പോവുകയാണ്. ആദ്യം ടോസ്. സോ ബോയ്സ് ആൻഡ് ഗേൾസ്, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഗെറ്റ് റെഡി. കോയിൻ എവിടെ? കോയിൻ 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 കോയിൻ. Tails. Heads. Okay. 2, 3. അതേടാ. മുത്തശ്ശി ടോസ് ഇട്ട് നോക്കുവാണ്. എനിക്ക് തോന്നുന്നു ആൺകുട്ടികൾ ടോസ് നേടി. ഓക്കെ. ഒരു സന്തോഷ വാർത്ത എല്ലാവരെയും അറിയിക്കുന്നു. ബോയ്സ് ബാറ്റിംഗ് ചെയ്യും. മറ്റൊരു സന്തോഷ വാർത്ത, നമ്മുടെ കളി തുടങ്ങുന്നതിന് മുൻപ് 3 സൂപ്പർ സ്റ്റാറുകൾ നമുക്ക് വേണ്ടി പെർഫോമൻസ് കാഴ്ചവെക്കുന്നതാണ്. അത് ആരാണെന്നറിയോ? രവി ദുബെ, അർജുൻ ബിജ്റാനി ആൻഡ് വിവേക് ദയാ. Roses, roses everywhere. Can I see my pretty flower right there? End of the night. Gotta go home. Getting late. Then let the beat kick in. Hey, it's already Saturday. Come on, let me tell you what I got to say. Move your body, come move with mine. Let's come close together and groove your mind. Hey, it's already Saturday. Come on, let me tell you what I got to say. Move your body, come move with mine. Let's come close together and groove your mind. Gopala Govinda Krishna Hare Vardhanam Tedunnu Njangal Guru. Hey, it's already Saturday. Come on, let me tell you what I got to say. Move your body, come move with mine. Let's come close together and groove your mind. Take it slow. You know, there's no time for parties, and there's no time to sing.
naj naga naga de de naj naga nama diya naga naga de de diya nama naga naj naga naga de de naj naga diya naga naga de de tan na 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 tan na 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 അടവുകൾ 18 പയറ്റിയ കാലം diya nama naga naj naga naga de de അത് കഴിഞ്ഞ് വിട വന്നെടുത്തൊരു നേരം naj naga nama diya naga naga de de ഇനി ഇവിടുന്ന് തുടങ്ങണം പൂരം ഇടിക്കതിനെയും കുറവയും വേണം തോമസുട്ടിയേ പതറാതെ വിട്ടോടാ തോമസുട്ടിയേ പതറാതെ വിട്ടോടാ ടൈ ചിക്കലുകുമോ ചിക്ക ചിക്കലക്കലോ ലുകുമോ ചിക്ക ചിക്കലക്കലോ ഓപ്പണിംഗ് ബാറ്റിംഗിനായി ഇറങ്ങുന്നത് രോഹിത്തും അരവിന്ദ് അങ്കിളുമാണ്. അരവിന്ദ് അങ്കിളിനെ പറ്റി പറയുവാണെങ്കിൽ ഈ വീട്ടിലെ മികച്ച പേഴ്സണാലിറ്റിയാണ്. രോഹിത്തിനെ പറ്റി പറയുവാണെങ്കിൽ രോഹിത് നല്ലൊരു ബാറ്റ്സ്മാനാണ്. എന്താ സംഭവിക്കാന്ന് പ്രെഡിക്ട് ചെയ്യാൻ പോലും പറ്റില്ല. പക്ഷേ അരവിന്ദ് അങ്കിൾ എനിക്കൊന്നും അറിയില്ല. നമുക്ക് നോക്കാലോ എന്താ നടക്കാൻ പോകുന്നതെന്ന്. ഓൾ ദി ബെസ്റ്റ് ബോയ്സ്. രോഹിത് അങ്കിൾ, ഐ മീൻ രോഹിത് ആൻഡ് അരവിന്ദ് അങ്കിൾ, ഗോ ഫോർ ഇറ്റ്.